നികുതി വെട്ടിക്കുന്നതിന് വേണ്ടി ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് വക മാറ്റുകയായിരുന്നുവെന്ന് ഈ ആരോപണ വിധേയർ മുമ്പോട്ട് വെച്ച വാദം പൊളിച്ചടുക്കുന്ന തെളിവുകളാണ് പുറത്തുവരുന്നത്. ഹലോ ആൻഡ് ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബെയർ. ചുള്ളിക്കൽ എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ദിയ കൃഷ്ണയുടെ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു 4-5 ദിവസങ്ങളായിട്ട് ചർച്ച നടക്കുന്നുണ്ട്. 68-69 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടായിരുന്നു ആദ്യത്തെ പരാതി ദിയ കൃഷ്ണ നൽകിയത്. തൊട്ടു പിന്നാലെ ഈ പെൺകുട്ടികൾ തട്ടിക്കൊണ്ടുപോകലിനെതിരെയും ജാതീയപരമായ അധിക്ഷേപത്തിനെതിരെയും പരാതിയുമായിട്ട് വന്നിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞപ്പോൾ ഒരു അബദ്ധം പറ്റിപ്പോയി. ആദ്യം കേസ് കൊടുത്തത് ഈ പെൺകുട്ടികളാണെന്നാണ് പറഞ്ഞത്. ഒരു ടങ് സ്ലിപ്പായിരുന്നു, ക്ഷമിക്കുക. ഈ വിവാദങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ട്രാൻസാക്ഷൻ തട്ടിപ്പാണോ അല്ലെങ്കിൽ ടാക്സ് വെട്ടിക്കുന്നതിന് വേണ്ടി ദിയ കൃഷ്ണ തന്നെ ഈ പെൺകുട്ടികളെ കൊണ്ട് ചെയ്യിച്ചതാണ് എന്നുള്ള കാര്യം. ഇപ്പം അതിലൊരു വ്യക്തത വന്നിരിക്കുന്നു. ഈ 3 പെൺകുട്ടികളുടെയും ബാങ്ക് ട്രാൻസാക്ഷൻസ് പരിശോധിച്ചു. ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടി വരുന്നു. ഏകദേശം 66 ലക്ഷം രൂപയാണ് ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്നത്. ഈ 3 പേരുടെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്ന ഒരാളുടെ അക്കൗണ്ടിലേക്ക് ഇൻഡിവിജ്വലായിട്ട് വന്ന കാര്യമല്ല പറയുന്നത്. 66 ലക്ഷം രൂപ വന്നു എന്ന് പറയുമ്പോൾ തന്നെ നേരത്തെ ദിയ കൃഷ്ണ ഉന്നയിച്ച അവർ ഏകദേശം പറഞ്ഞ ഒരു തുകയുമായിട്ട് അടുത്ത് നിൽക്കുന്നതാണ്. എന്തായാലും നമുക്ക് ആ വാർത്ത കണ്ടു നോക്കാം. അതിനുശേഷം നമുക്ക് അതിനെക്കുറിച്ചുള്ള കമൻറ്റുകൾ പറയാം. നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ തട്ടിപ്പ് കേസിൽ നിർണായക വഴിത്തിരിവ്. 3 ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഒരു വർഷത്തിനിടയിൽ എത്തിയത് 66 ലക്ഷം രൂപയാണ്. 3 പേരുടെയും 2024 ജൂലൈ മുതലുള്ള ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് വിശദമായി പരിശോധിച്ചു. ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ വലിയതുറയിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ചിൽ നിന്ന് പോലീസ് നേരത്തെ ശേഖരിച്ചിരുന്നു. തുടർന്ന് ഈ സ്ഥാപനത്തിന്റെ പേരൂർക്കടയിലുള്ള ബാങ്കിലെ വിശദാംശങ്ങളും പോലീസ് വിശദമായി പരിശോധിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ 66 ലക്ഷം രൂപ കഴിഞ്ഞ 2024 ജൂലൈ മാസത്തിനും ഈ വിവാദങ്ങൾ ഉണ്ടായതിനും ഇടയിൽ 3 പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ പറയുന്ന വാർത്ത അനുസരിച്ച് അല്ലെങ്കിൽ നിലവിൽ അറിയുന്ന വാർത്ത അനുസരിച്ചിട്ട് 66 ലക്ഷം രൂപയുടെ അക്കൗണ്ടിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ 66 ലക്ഷം രൂപ ഈ സ്ഥാപനത്തിൽ നിന്നുള്ള ട്രാൻസാക്ഷൻ മാത്രമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണ ഇതുവരെ എത്തിയിട്ടില്ല. കാരണം ഈ അക്കൗണ്ടിലേക്ക് സാലറിയിലുള്ള പൈസ കൂടി വരുന്നുണ്ട്. അത് മാത്രമല്ല, ഇതിലൊരു പെൺകുട്ടിയുടെ സഹോദരൻ വിദേശ രാജ്യത്താണ്. ലക്ഷക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷൻസ് 1 ലക്ഷം രൂപ, 1.5 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ വരെ അയക്കുന്നുവെന്ന് ആ പെൺകുട്ടി പറയുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള തെളിവുകളൊന്നും വന്നിട്ടില്ല. ഇനി ആ രീതിയിലുള്ള തുക വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് 1-2 തവണ മാത്രമാണ് അത്രയും വലിയ തുക വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. എന്നിരുന്നാലും ഈ പറയുന്ന 66 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഇതല്ലാതെയും വന്നിട്ടുള്ള പൈസകളൊക്കെ ചേർത്തിട്ടായിരിക്കും. എങ്കിലും ഇത്രയും വലിയ തുക ഏകദേശം 20 ലക്ഷം രൂപയോളം 3 പേരുടെ അക്കൗണ്ടിലേക്ക് ഈക്വലായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 22 ലക്ഷം രൂപയോളം ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ ടാക്സ് ലാഭമൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഉയർന്ന ടാക്സ് പരിധിയിൽ വരുന്ന ഒരു ഇൻകമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് കൃത്യമായിട്ട് എന്തായാലും ഏത് രീതിയിൽ ഈ പണം ഇവരുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതിന് കൃത്യമായിട്ട് ഇവർ അക്കൗണ്ടബിലിറ്റി ഗവൺമെന്റിന് മുന്നിൽ പറയാനുണ്ട്. അത് മറ്റൊരു വിഷയമാണ്. അപ്പോൾ ഈ തുക വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിന് ഇപ്പോൾ ഒരു ധാരണ വന്നിരിക്കുന്നു. ഇത്രയും വലിയ തുക വന്നത് എന്തിനാന്നുള്ള കാര്യത്തിൽ ഇവർ ആൻസറബിൾ ആയിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. ഇനി ഇതിൽ തീർച്ചയായും ആളുകൾ സംശയിക്കുന്ന ഒരു കാര്യം ഇതിൽ ടാക്സ് തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. അതിലേക്ക് നമ്മൾക്ക് വരാം. അതിനു മുന്നേ ഈ പെൺകുട്ടികളുടെ വിശ്വാസ്യതയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ആളുകൾക്ക് സംശയം തോന്നുന്നൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ പെൺകുട്ടികൾ നിലവിലിപ്പോൾ 2 പേര് മൊഴി കൊടുക്കാനായിട്ട് വരുന്നില്ല. അവരന്വേഷിച്ച് പോലീസ് വീട്ടിൽ ചെല്ലുന്നു. അവർ അവിടെ എത്തിയിട്ടില്ല. ഇപ്പം ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയം വരെയും അവർ മൊഴി കൊടുത്തതായിട്ട് കാണുന്നില്ല. ഇങ്ങനെ ഇത്ര ഗുരുതരമായ ഒരു ആരോപണം, തട്ടിക്കൊണ്ടുപോലടക്കമുള്ള ആരോപണം ഉന്നയിച്ചിരിക്കുമെന്ന് വിചാരിക്കണം. ഈ വിഷയത്തിലൊക്കെ മൊഴി നൽകാതെ പിന്മാറുന്നത് ഈ പെൺകുട്ടികളുടെ വിശ്വാസ്യതയെ കൂടി ചോദ്യം ചെയ്യുന്നുണ്ട്. ആ വാർത്തയോട് കണ്ടതിന് ശേഷം നമുക്ക് ടാക്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വരാം. കൃഷ്ണകുമാറിനെതിരായ പരാതിയിൽ മൊഴി രേഖപ്പെടുത്താൻ സ്റ്റേഷനിൽ എത്താൻ ആവശ്യപ്പെട്ടിട്ടും 2 വനിതാ ജീവനക്കാർ അന്വേഷണത്തോട് സഹകരിച്ചിട്ടില്ല. കുറ്റസമ്മതം നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഇവർ മറ്റെവിടേക്കോ മാറിയിട്ടുണ്ടാകാം എന്ന നിഗമനത്തിലാണ് പോലീസ്. വലിയതുറയിൽ ഈ 2 പേര്, അതായത് ഈ 3 പേരിൽ ഒരാളിൽ നിന്ന് പോലീസ് കഴിഞ്ഞ ദിവസം മൊഴിയെടുത്തിരുന്നു. പക്ഷേ കൃഷ്ണകുമാറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇവർ ഉന്നയിച്ചത്. തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തി, ജാതി പരാമർശം നടത്തി, അധിക്ഷേപിക്കാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള ഗുരുതരമായ പരാമർശങ്ങളാണ്, ആരോപണങ്ങളാണ് കൃഷ്ണകുമാറിനും ദിയയ്ക്കുമെതിരെ മൂവരും ഉന്നയിച്ചത്. അതിൽ മൊഴിയെടുക്കുന്നതിന് വേണ്ടി മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ എത്തണമെന്ന് പലതവണ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും 2 പേർ മൗനം തുടരുകയായിരുന്നു. അങ്ങനെയാണ് അവരെ തേടി പോലീസ് സംഘം കഴിഞ്ഞ ദിവസം വലിയതുറയിലുള്ള അവരുടെ വീടുകളിൽ എത്തിയത്. പക്ഷേ അപ്പോഴും അവർ സ്ഥലത്തുണ്ടായിരുന്നില്ല. പിന്നീട് മൊബൈൽ
മൊബൈലിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോഴും യാതൊരു പ്രതികരണവുമില്ല. പോലീസിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഇവർ മുങ്ങിയതായിരിക്കാമെന്നൊരു നിഗമനത്തിലേക്കാണ് പോലീസും എത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ ഈ 3 പേർ, ഈ 3 യുവതികൾ, ഈ 3 ജീവനക്കാർ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ വാർത്തയോട് ബന്ധപ്പെട്ട് ആദ്യം മനസ്സിലാക്കിയത് ഇവർ വക്കീലിൻ്റെ അടുത്തേക്ക് പോയി എന്നൊക്കെയാണ്. പക്ഷെ പിന്നീട് ഇപ്പം മനസ്സിലാവുന്നു അവർ വൈകുന്നേരം വരെ കാത്തിരുന്നിട്ട് കൂടി ഇവർ എത്തിയില്ല, അല്ലെങ്കിൽ പോലീസിനോട് മൊഴി കൊടുക്കാനായിട്ട് സഹകരിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇവരിതിൽ പെട്ടു എന്നാണ്. എല്ലാം കൈവിട്ട് പോകുമെന്നായി കഴിഞ്ഞപ്പോൾ ഇവർ ഒളിവിൽ പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് ഇവരെ ഉപദേശിച്ച വ്യക്തിയാണ് ഇവർ ഏറ്റവും കൂടുതൽ കുഴിയിലേക്ക് ചാടിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ അതൊരു സെറ്റിൽമെന്റ് ആയിട്ട് തീരേണ്ടിയിരുന്ന ഒരു വിഷയം. ആദ്യമൊക്കെ എനിക്ക് തോന്നുന്നു കൃഷ്ണകുമാർ പറയുന്നുണ്ട് ഒരു വീഡിയോയിൽ, ഞങ്ങൾ അവർക്ക് അത്രയും തരാൻ പറ്റില്ല, അപ്പോൾ കിട്ടുന്നത് വെച്ച് അത് ഒത്തുതീർക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നീട് അവർ പറയുന്നത് ഒരു കേസായതിനു ശേഷം ഈ ഭീഷണി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വന്നു, സംസാരങ്ങൾ ഉണ്ടാകുന്നു. കേസായതിനു ശേഷം പിന്നീട് ഇത് മുന്നോട്ട് പോകാൻ തന്നെയാണ് അവർ തീരുമാനിച്ചതെന്ന്. അപ്പോൾ ആ വിഷയം ഇപ്പോൾ ചെറിയൊരു മുറിവായിരുന്നത് മാന്തി വലിയൊരു പുണ്ണാക്കി മാറ്റിയിട്ടുണ്ട്. അതിൽ പറഞ്ഞ ആരോപണങ്ങൾ അതിലൊന്ന് തട്ടിക്കൊണ്ടുപോകലോട് ബന്ധപ്പെട്ടതാണ്. അതിൽ ഒരു CCTV ദൃശ്യം കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിൽ കണ്ടിരുന്നു. അത് കണ്ടാൽ നമ്മൾക്കറിയാം ആരും ഈ പെൺകുട്ടികൾക്കെതിരെ ഒരു ബലപ്രയോഗം നടത്തുന്നില്ല, അല്ലെങ്കിൽ കയ്യേറ്റം നടത്തുന്നില്ല, അങ്ങനെ സംഭവങ്ങളൊന്നും ആ ദൃശ്യങ്ങളിൽ കാണുന്നില്ല. അതേപോലെ തന്നെ അഹാന കൃഷ്ണനും അടക്കമുള്ള വ്യക്തികളെല്ലാം ചേർന്ന് ഇവർ ചോദ്യം ചെയ്തതിനു ശേഷമുള്ള വീഡിയോ ഇവർ സാധാരണ രീതിയിൽ ഇറങ്ങി പോകുന്നതായിട്ടാണ് കാണുന്നത്. അവിടേക്ക് ഒരു തട്ടിക്കൊണ്ടുപോകലിന്റെ സാഹചര്യമില്ല. അഡീഷണലി ഇവരുടെ ഭർത്താവ് പുറത്തുണ്ടായിരുന്നു, അയാൾ പോലീസിനെ ആ സമയത്തൊന്നും സമീപിച്ചതുപോലുമില്ല. ഇതൊക്കെ ഈ തട്ടിക്കൊണ്ടുപോലെന്ന കേസിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒന്നാണ്. അത് നിലനിൽക്കാവുന്ന സാഹചര്യം ഇല്ല എന്നുള്ളത് കൊണ്ടാണോ എന്നറിയില്ല ഈ 2 പെൺകുട്ടികളും ഹാജരാവാത്തത്. പിന്നെ ജാതിപരമായ അധിക്ഷേപം അത് നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ട കാര്യമാണ്. എനിക്ക് ആ വിഷയത്തിൽ മാത്രം ഒരു സംശയമുണ്ട്, അങ്ങനെ സംസാരിക്കേണ്ട സാധ്യതയുണ്ടോ എന്നുള്ളത് ചിന്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ ഈ പറയുന്നത് പോലെ അധിക്ഷേപം നടന്നിട്ടുണ്ടെങ്കിൽ തെളിയിക്കുക 2 പേർ തമ്മിലുള്ള സംസാരമാണ്. എപ്പോൾ പറയുന്നതായിരുന്നു നമുക്ക് ഫോൺ റെക്കോർഡിങ്സ് ഒന്നും പിടിച്ചിരിക്കാൻ പറ്റില്ല, പക്ഷെ കോടതിക്ക് വേണ്ട തെളിവാണ്. അത് നിയമപരമായിട്ട് തന്നെ ആ നടപടി നീങ്ങട്ടെ എന്ന് വിചാരിക്കാം. ഇനി ബാക്ക് ടു ടാക്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. നികുതി വെട്ടിപ്പ് നടത്തുന്നതിന് വേണ്ടിയാണ് ദിയ കൃഷ്ണ ഈ പെൺകുട്ടികളോട് പണം ഇവരുടെ അക്കൗണ്ടിലേക്ക് എടുക്കാൻ പറഞ്ഞെന്ന് പറയുന്നു. പക്ഷേ ആ വിഷയത്തിൽ ഒരു കാര്യം വരുന്നു, അത്തരത്തിലൊരു വിഡ്രോവൽ നടന്നതിൻ്റെ രേഖകൾ കണ്ടെത്തിയിട്ടില്ല. അത്തരത്തിലുള്ള രേഖകളില്ല എന്നാണ് ഞാൻ ആ വാർത്തയിൽ മനസ്സിലാകുന്നത്. കാരണം നമുക്ക് പ്രത്യേകിച്ച് ഒരു വിഡ്രോവൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ് ബാങ്കിലേക്ക് പോകേണ്ട കാര്യമില്ല. ആ വാർത്ത ഒന്ന് കേട്ടു നോക്കാം. ഇവർ ഉന്നയിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട മറ്റൊരു ആരോപണം, ദിയ ആവശ്യപ്പെട്ടിട്ടാണ് തങ്ങളുടെ QR കോഡ് ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഈ പണം എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് ഈ GST വെട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഇത്തരത്തിൽ ടാക്സ് അടയ്ക്കാൻ മടിയുള്ളതുകൊണ്ട് ഈ പേയ്മെന്റുകൾ സ്വന്തം ഈ ജീവനക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് എടുത്തുകൊള്ളാനും അത് പിന്നീട് നൽകിയാൽ മതി എന്ന് ദിയ പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ വാങ്ങിയത് എന്നൊക്കെയുള്ള ഒരുപാട് ആരോപണങ്ങൾ ഈ യുവതികളും ഉന്നയിക്കുന്നുണ്ട്. ഈ ആരോപണങ്ങളൊക്കെ പാടെ തള്ളുന്നുണ്ടോ ഈ ഘട്ടത്തിൽ പോലീസ്? ഈ വാദങ്ങളുടെ മുനിയൊടിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് ഇവർ ഈ ആരോപണം മുമ്പോട്ട് വെക്കുമ്പോഴും ടാക്സ് വെട്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഈ GST ഉൾപ്പെടെയുള്ള നികുതി വെട്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ജീവനക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് ഈ പണം എത്തിയത് എന്ന ആരോപണമായിരുന്നു അവർ ഉന്നയിച്ചത്. അതിനുശേഷം പിന്നീട് അത് ദിയയ്ക്ക് CCTV ക്യാമറകളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് വെച്ച് പണം കൈമാറി എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ പണം കൈമാറുന്നതിന് വേണ്ടി ഈ തുക വിഡ്രോ ചെയ്തതിന്റെ സ്റ്റേറ്റ്മെന്റ് പോലീസ് കണ്ടെത്തട്ടെ എന്നായിരുന്നു ദിയ ഉൾപ്പെടെ ആദ്യം മുതൽ ഉന്നയിച്ചിരുന്നത്. പക്ഷേ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടെത്താൻ ദൗർഭാഗ്യവശാൽ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ഈ പണം നികുതി വെട്ടിക്കുന്നതിന് വേണ്ടി ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് വകമാറ്റുകയായിരുന്നുവെന്ന് ഈ ആരോപണ വിധേയർ മുമ്പോട്ട് വെച്ച വാദം പൊളിച്ചെടുക്കുന്ന തെളിവുകളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു വേർഡിങ്സ്, ഒരു വെർബാക്ട് ഇങ്ങനെയാണ്: ദൗർഭാഗ്യവശാൽ കണ്ടെത്തിയിട്ടില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ആ റിപ്പോർട്ട് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പെൺകുട്ടികളുടെ ദൗർഭാഗ്യം കൊണ്ട് കണ്ടെത്തിയിട്ടില്ല എന്നാണോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയം തന്നെ കണ്ടെത്താൻ പോലീസിന് കഴിയുന്നില്ല എന്നാണോ? ആ രണ്ടാമത് പറഞ്ഞ കാര്യത്തിന് സാധ്യത കുറവാണ്, പോലീസിനെ കണ്ടെത്താൻ കഴിയില്ല എന്ന് പറയുന്നത്. കാരണം നമ്മളൊരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ എന്താ ഉള്ളത്? 2 കാര്യങ്ങളുണ്ടാകും, ക്രെഡിറ്റ് ഉണ്ടാവും, ഡെബിറ്റ് ഉണ്ടാവും. പിന്നെ ഇപ്പുറ സൈഡിൽ ക്രെഡിറ്റും ഡെബിറ്റും അനുസരിച്ച് എത്ര രൂപ ബാലൻസ് ഉണ്ട് എന്നുള്ള കാര്യം കാണിക്കും. ഈ പൈസ വന്നിരിക്കുന്നതാണ് ക്രെഡിറ്റിൽ കാണിക്കുന്നത്. ഇവർ അക്കൗണ്ടിലേക്ക് 66 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ വന്നിരിക്കുന്നു എന്നുള്ള തെളിവ് അതിലെ ക്രെഡിറ്റ് നോക്കിക്കഴിയുമ്പോൾ മൊത്തത്തിൽ തുക, ക്രെഡിറ്റ് ചെയ്ത തുക നോക്കിയാൽ അറിയാൻ പറ്റും. പിന്നെ അടുത്തുള്ളത് ഇവർ പറയുന്നത് പോലെ തട്ടിപ്പ് നടത്തിയെന്ന് പറയുന്ന വൻതോതിൽ ഉള്ള തുകയാണ്. 66 ലക്ഷം രൂപ ഒരു വർഷം കൊണ്ടെന്ന് പറയുമ്പോൾ ഒരു മാസം 3 പേരുടെയും അക്കൗണ്ടിൽ നിന്ന് ഏകദേശം 1,80,000 രൂപയെങ്കിലും വിഡ്രോ ചെയ്തിട്ടുണ്ടാവണം.
ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാ തുകയും ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളത്. ഇവർക്ക് സാലറി എന്ന് പറയുന്ന ഏകദേശം 7,000-8,000 രൂപ സാലറി ഉണ്ട്. അത് കൂടാതെ ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നെന്ന് പറയുന്നത് 5,000 രൂപ അടുത്ത് ഇൻസെൻറ്റീവ്സ് വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ വൻതുകയുടെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ സഹോദരൻ വിദേശത്ത് നിന്ന് അയക്കുന്ന പണമാണ്. അപ്പോൾ പക്ഷേ അങ്ങനെയൊക്കെ നോക്കിയാലും ഈ 1,83,000 രൂപ ഒരു മാസമെങ്കിലും വിഡ്രോ ചെയ്യണം, അല്ലെങ്കിൽ ഒരു 3 മാസം കൂടുമ്പോഴെങ്കിലും തത്തുല്യമായ തുക വിഡ്രോ ചെയ്തിട്ട് ഓരോരുത്തരുടെ അക്കൗണ്ടിൽ കാണിക്കണം. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും ശ്രദ്ധിക്കും. വലിയ തുകകൾ പോയി കഴിയുമ്പോൾ എത്ര തുക പോയി എന്നുള്ള കാര്യം തീർച്ചയായും റൗണ്ട് ചെയ്യപ്പെടും, ശ്രദ്ധിക്കപ്പെടും. അത്തരത്തിലൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി പോലീസ് ഇത് മറച്ചു വെച്ചാൽ തന്നെ അത് എത്ര കാലം മറച്ചു വെക്കാൻ കഴിയും? ഇത് എന്തായാലും കോടതിയിലെത്തും. ഈ വിഷയം ഇപ്പോൾ ക്വാഷയം തന്നെയാണെങ്കിൽ ഇപ്പോൾ അത് കോടതിയിലെത്തണം. FIR ഇട്ട കേസാണെന്നുണ്ടെങ്കിൽ അത് കോടതിയിലെത്തണം. കോടതിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന തെളിവ് ദിയ കൃഷ്ണയുടെ വക്കീലിന് മാത്രം കിട്ടുന്ന കാര്യമല്ല, ഈ പെൺകുട്ടികളുടെ വക്കീലിനും ഈ തെളിവ് പരിശോധിക്കാനുള്ള സാഹചര്യമുണ്ട്. ഇനി അയാൾക്ക് കോടതിയിൽ നിന്ന് തന്നെ എടുക്കണമെന്നില്ല. ഈ പെൺകുട്ടികളുടെ തന്നെ അക്കൗണ്ടിലെ ട്രാൻസാക്ഷൻസ് ആണ്, അവർക്ക് ഈ സ്റ്റേറ്റ്മെന്റ് എടുക്കാനും അത് വക്കീലിനെ കാണിക്കാനുള്ള അവസരമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു വിഡ്രോൾ നടന്നിട്ടില്ലെന്ന് പോലീസ് ബ്ലണ്ടായിട്ട് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം ഓൺ ദ ഫേസ് പൊളിഞ്ഞു പോകുന്നൊരു വാദമാണ്. അപ്പോൾ ഇത്രയും വലിയ തുകയുടെ ട്രാൻസാക്ഷൻ അവിടെ നടന്നായിട്ട് പോലീസിന് കണ്ടെത്തിയിട്ടില്ല എങ്കിൽ അതിനർത്ഥം ടാക്സ് തട്ടിപ്പിന് വേണ്ടി ദിയ കൃഷ്ണ പറഞ്ഞിട്ടാണ് ഈ പെൺകുട്ടികൾ പൈസ എടുത്തിട്ടുള്ളത് എന്നുള്ള വാദം പൊളിയുന്നതെന്ന് തന്നെയാണ്. ഇനി അതിലേക്ക് ഇവരെ സപ്പോർട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ക്യാഷ് ആയിട്ട് നടന്നിട്ടുള്ള ചില ട്രാൻസാക്ഷൻസ് ആണ്. അതിനെക്കുറിച്ച് 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്വിഗ്ഗി ജീനി വഴി സാധനങ്ങൾ, അതായത് ഇവരുടെ ഓർണമെന്റ്സ് ദിയക്ക് അയച്ചു കൊടുക്കുമ്പോൾ, ഷോപ്പിൽ നിന്ന് ദിയക്ക് അയച്ചു കൊടുക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ക്യാഷ് അടിയിൽ വെച്ച് അയച്ചു കൊടുക്കുന്നു എന്ന് പറയുന്ന കാര്യം, ഇത് തെളിയിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു കാര്യമല്ല. ഒന്നല്ലെങ്കിൽ അതിന് CCTV ദൃശ്യങ്ങൾ ഉണ്ടാവണം, അല്ലെങ്കിൽ സ്വിഗ്ഗിയിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടാകണം. സ്വിഗ്ഗിയിൽ അത് രേഖപ്പെടുത്താനുള്ള ഒരു സാധ്യതയില്ല. കാരണം സ്വിഗ്ഗി ഡയറീസിന്റെ പോളിസി അനുസരിച്ചിട്ട് പൈസ അയക്കാൻ പാടില്ല, അല്ലാതെ ഗ്രോസറീസോ ഡോക്യുമെന്റ്സോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അയക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് സ്വിഗ്ഗിയുടെ റെക്കോർഡ്സിൽ ഈ ട്രാൻസാക്ഷൻ ഉണ്ടാവില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ CCTV ദൃശ്യങ്ങൾ വേണം. അതില്ലാതെ ഈ പറയുന്ന ഒരു ആരോപണം തെളിയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. രണ്ടാമതായിട്ട് CCTV ഇല്ലാത്ത സ്ഥലത്ത് വെച്ച്, അടുക്കളയിൽ വെച്ചൊക്കെ പണം കൈമാറിയിട്ടുണ്ടെന്ന് ഈ പെൺകുട്ടികൾ പറയുന്നുണ്ട്. അതും തെളിയിക്കാൻ പറ്റണം. അല്ലാത്തിടത്തോളം കാലം ഈ സ്വിഗ്ഗി ജീനി വഴി അയച്ചു എന്ന് പറയുന്നതും അടുക്കളയിൽ വെച്ച് കൊടുത്തു എന്ന് പറയുന്നതും ഒക്കെ ഒരു പുകമറ സൃഷ്ടിക്കാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ. ഒരുപക്ഷെ ഈ ടാക്സ് വെട്ടിപ്പ് നടത്താൻ വേണ്ടി ആണ് ദിയ കൃഷ്ണ തങ്ങളോട് പറഞ്ഞത് എന്ന് പറയുന്ന കാര്യത്തിന് പിന്തുണ കൊടുക്കുന്നതിന് വേണ്ടി വക്കീൽ ഉപദേശിച്ചു കൊടുത്ത, അല്ലെങ്കിൽ ഇവരെ ഉപദേശിച്ച ആൾക്കാർ പറഞ്ഞു കൊടുത്തൊരു ഐഡിയ ആയിരിക്കാം ഈ 2 കാര്യങ്ങൾ. എന്തായാലും ഇത് നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് തെളിയിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല. അപ്പോൾ മിക്കവാറും ഈ ടാക്സ് തട്ടിപ്പ് നടത്തി എന്ന് പറയുന്ന കാര്യം കോടതിയിലും പൊളിയാനാണ് സാധ്യത. പിന്നെ ആകെ സപ്പോർട്ട് ചെയ്യുന്നത്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്, ഇവരുടെ പേരിൽ ഷിപ്മെന്റ് അയക്കുന്നു എന്ന് പറയുന്നത്. ഈ പെൺകുട്ടികളുടെ പേരിൽ, സ്ഥാപനത്തിലെ ജോലിക്കാരുടെ പേരിൽ ഷിപ്മെന്റ് അയക്കുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം അതുണ്ടെങ്കിൽ അതിന് വ്യക്തമായ തെളിവുകളുണ്ടാവും. ഞാൻ ദിയയുടെ ഷോപ്പിൽ നിന്നും ഒരു 699 രൂപയുടെ കമ്മല് ഓർഡർ ചെയ്തു. അതിന്റെ പൈസ അയക്കാൻ പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടികൾ ഇവരുടെ അക്കൗണ്ടിലേക്ക് അയക്കാൻ പറഞ്ഞു. ദിയ കൃഷ്ണ അക്കൗണ്ടിന് പകരം സ്വന്തം അക്കൗണ്ടിലേക്ക് അയക്കാൻ പറഞ്ഞു. ഞാൻ 699 രൂപ ഇവരുടെ അക്കൗണ്ടിലേക്ക് അയക്കുന്നു. അതിനുശേഷം ഈ പണം വാങ്ങിയ പെൺകുട്ടിയുടെ പേരിലാണ് ഈ ഷിപ്മെന്റ് എനിക്ക് അയക്കുന്നതെങ്കിൽ 699 രൂപയുടെ സാധനം വാങ്ങിച്ചതിനും 699 ഞാൻ ഈ പെൺകുട്ടി കൊടുത്തതിനും ഒക്കെ തെളിവായി. മാത്രമല്ല ആ ഷിപ്മെന്റ് രേഖകൾ ഈ പെൺകുട്ടിയുടെ പേരാണെങ്കിൽ ഇടപാട് നടക്കുന്നത് ഞാനും ഈ പെൺകുട്ടിയും തമ്മിലാണ്, അല്ലാതെ ദിയയുടെ ഓബയോസി എന്ന് പറയുന്ന സ്ഥാപനവുമായിട്ടല്ല. അത് പ്രൂവ് ചെയ്ത് വരാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ടാക്സ് വെട്ടിക്കുന്നതിന് വേണ്ടി നടത്തിയതാണ് എന്നുള്ള കാര്യത്തിന് കുറച്ചൊരു സപ്പോർട്ട് ലഭിക്കും. അതും കള്ളമാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഈ പെൺകുട്ടികൾ ഈ വിഷയത്തിൽ പരാജയപ്പെടും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ദിയയുടെ ഭാഗത്ത് തന്നെ ശരിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതല്ലാതെ മറ്റൊരു ചർച്ച കൂടി നടക്കുന്നുണ്ട്. ഇത് കൃഷ്ണകുമാറിനെയും കുടുംബത്തെയും വെള്ളപൂശാൻ വേണ്ടി നടത്തുന്ന ഒരു സംഭവമായിട്ട് എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം ഈ വിഷയത്തിൽ ദിയയുടെ ഭാഗത്ത് ശരി വന്നതുകൊണ്ട് ആരെങ്കിലും കൃഷ്ണകുമാറിന് പോയി വോട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ എനിക്ക് കൃഷ്ണകുമാറിന്റെ രാഷ്ട്രീയത്തോട് പൂർണ്ണമായിട്ടുള്ള എതിർപ്പാണുള്ളത്. ഈ വിഷയത്തിൽ ദിയ കൃഷ്ണയുടെ ഭാഗത്ത് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരിക്കലും കൃഷ്ണകുമാറിന്റെ രാഷ്ട്രീയത്തോട് യോജിക്കാൻ കഴിയില്ല. അതേപോലെ ദിയ കൃഷ്ണയുടെ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനു മുന്നേ വന്നുള്ള ആരോപണങ്ങൾ, ആ ആരോപണങ്ങളൊന്നും വെളുപ്പിക്കപ്പെടുന്നില്ല. ഈ വിഷയത്തിൽ, അതായത് നമ്മൾ വിഷയത്തെ മാത്രം അധിഷ്ഠിതമായി സംസാരിക്കുമ്പോൾ ദിയയുടെ ഭാഗത്ത് ശരിയെന്ന് പറയുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ പോകുന്നത്. അതിനൊക്കെ വേണമെങ്കിൽ ഈ രീതിയിലൊക്കെ വളച്ചു കെട്ടി പറയാം. പക്ഷെ അതിലൊക്കെ എന്തെങ്കിലും ഒരു അടിസ്ഥാനമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് തോന്നുന്നത്? അത് കമന്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.